പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ സ്വർഗം സഹായിക്കുന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ നിങ്ങളെല്ലാവരും സന്തോഷമായി ക്രിസ്തുവിൽ അനുഗ്രഹമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ചിന്തകൾ നമ്മൾക്ക് എപ്പോഴും അത് സന്തോഷവും അനുഗ്രഹവും പ്രത്യാശയും നൽകുന്നതാകിയാൽ നമുക്കിന്ന് ഈ സമയത്തും നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുൻപിൽ അല്പസമയങ്ങളിരിക്കാം എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച വിഷയം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതായിരുന്നു. എന്താണ് യഥാർത്ഥ ദുഃഖം, എങ്ങനെയാണ് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് പ്രവേശിക്കേണ്ടതിന് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ വായിക്കുന്നു. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ഒന്നുകൂടെ വായിക്കുന്നു. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. തുടർന്ന വാക്യത്തിൻ്റെ തുടർച്ചയുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു സെൻറ്റൻസ് മാത്രമാണ് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരുമിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ പറയുകയാണ്, നീ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. എൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. ഉണരുക. എന്താണ് ഉണരുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്? തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഭാഗത്താണ് ഉണരേണ്ട ആവശ്യകതയെക്കുറിച്ച് തിരുവചനം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് അല്പസമയങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക ഭാഗമുണ്ട്. അതായത് ദുരുപദേശത്തിനെതിരെ ശക്തമായി നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട് എന്ന് തിരുവചനം നമ്മൾ ശക്തമായി ഓർപ്പിക്കുന്ന ഭാഗമാണ്. അതായത് ദുരുപദേശവുമായി കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിലേക്ക് അഥവാ സഭകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുത്ത് ഉണർന്നു നിൽക്കുവാൻ ദൈവവചനം നമ്മളോട് വളരെ വ്യക്തമായി ആജ്ഞാപിക്കുന്ന ഭാഗമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 30-31 വേദഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഒരുപാട് ദുരുപദേശങ്ങൾ ഇന്ന് സഭയിൽ അഥവാ ക്രിസ്തീയ സമൂഹത്തിൽ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ദുരുപദേശം എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ ശരിയായ ഉപദേശം എന്താണെന്ന് വ്യക്തമായി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ദുരുപദേശത്തിനെതിരെ നമുക്ക് നിലപാടെടുക്കുവാനും അതിനെതിരെ ശക്തിയോടെ ഉണർന്നു നിൽക്കുവാനും നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. ഇന്ന് പല നിലകളിൽ നമുക്കറിയാം, പഴയ നിയമ ഭാഗങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, പുതിയ നിയമം മാത്രം മതി എന്ന് പറയുന്ന ഒരു കൂട്ടർ, അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു കൂട്ടർ, ലേഖനങ്ങളിൽ തന്നെ എല്ലാം ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ, മാത്രമല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ. ഇങ്ങനെ എന്ന് വേണ്ട നിരവധി നിലവാരത്തിൽ ദുരുപദേശങ്ങൾ ശക്തമായി ഇന്ന് സഭയിലും സമൂഹത്തിലും ക്രിസ്തീയ സമൂഹത്തിലുമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഈ വാക്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ദൈവജനം അതിനെതിരെ ശക്തിയോടെ ഉണരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിച്ച് സ്തോത്രം ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തോൽപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമായി തീരത്തുള്ളൂ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, ദുരുപദേശത്തിനെതിരെ നമ്മൾ ശക്തിയോടെ ഉണരേണ്ടതായിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണെന്നുള്ള ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിശാച് അവൻ്റെ ഗ്രൂപ്പിലേക്ക് എത്ര പേരെ കൂടെ ചേർക്കുവാൻ കഴിയും, അവൻ്റെ കൂടെ എത്ര പേരെ നിത്യമാകുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപദേശത്തിൻ്റെ കാറ്റിനാൽ ആടിപ്പോകുന്ന അനേകരെ ഇന്ന് സഭകളിലും ക്രിസ്തീയ സമൂഹത്തിലും സൃഷ്ടിക്കുക എന്നുള്ളത് അവൻ്റെ പ്രത്യേക പദ്ധതി ആയതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും അതിനെതിരെ നമ്മൾ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ദൈവവചനത്തിനാൽ ധൈര്യപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനെതിരെ ഉണർന്ന് നിൽക്കണം എന്ന് തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം നമുക്ക് പരിചിതമായൊരു വാക്യം തന്നെ. ഞാൻ വാക്യം വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, എൻ്റെ കണ്ടന്റ് ഞാൻ പറയാം. അതായത് പ്രതിയോഗിയായൊരു പിശാച് നമുക്കുണ്ട്. സ്തോത്രം. അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ സ്തോത്രം അതിനെതിരെ ഉണരണമെന്ന ആ വാക്യത്തിൽ തന്നെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുക. നമുക്കൊരു പ്രതിയോഗിയുണ്ട്. സ്തോത്രം. അവൻ്റെ പ്രവർത്തനം പല നിലവാരത്തിലാണ്. അത് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ വാസ്തവമായി പിശാചിൻ്റെ തന്ത്രങ്ങളൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദുരുപദേശം സഭയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും
എന്നുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിലപാട് നമുക്ക് എടുക്കുവാൻ കഴിയണമെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞ് അതിനെതിരെ ശക്തിയോടെ ഉണർന്നു നിൽക്കേണ്ടതായ ആവശ്യകതയുണ്ട് എന്നാണ് അപ്പോസ്തലൻ പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കൂടി നമ്മളോട് ആജ്ഞാപിക്കുന്നത്. അപ്പോൾ ദൈവജനമാകുന്ന എനിക്കും നിങ്ങൾക്കും വ്യക്തമാകുന്ന ഒരു നിർദ്ദേശമുള്ളത്, വ്യക്തമാകുന്ന ഒരു ഉത്തരവാദിത്വം ദൈവവചനം നമ്മുടെ മുൻപിൽ വെക്കുന്നത്, ശത്രു നമ്മുടെ മുൻപിലുണ്ട്, അവൻ്റെ തന്ത്രങ്ങളുണ്ട്. അതിനെതിരെ ശക്തിയോടെ നിലപാടെടുത്ത് ഉണർന്നു നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നമ്മളെ വിഴുങ്ങിക്കളയും. അവൻ പല മേഖലകളിലൂടെ കടന്നു വന്ന്, വളരെ ഉപായരൂപേണ കടന്നു വന്ന് അവൻ നമ്മളെ വിഴുങ്ങിക്കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സഭയോട് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ പിശാച് നിങ്ങളെ വിഴുങ്ങിക്കളയും, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയും. നിങ്ങൾ ഉപദേശത്തിൻ്റെ കാറ്റിനാൽ മാത്രമല്ല, അവൻ പിശാചിൻ്റെ പല വിധത്തിലുള്ള തന്ത്രങ്ങളിലും കുടുങ്ങി നിങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം, അഥവാ അതിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് വ്യക്തമായിട്ട് അപ്പോസ്തലനാകുന്ന പത്രോസ് നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന സമയത്ത് അപ്പോസ്തലനാകുന്ന പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്ന ഭാഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ അപ്പോസ്തലൻ പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങൽ പെട്ടെന്ന് അറയിൽ ദൂതൻ കടന്നു വന്ന് അവൻ്റെ വിലാപ്പുറത്ത് തട്ടി. വേഗത്തിൽ അവൻ ഉണർന്ന സമയത്ത് സംഭവിച്ചൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ്റെ കൈവേൽ നിന്ന് ചങ്ങല അഴിഞ്ഞു വീഴുവാനിടയായി. പിശാച് നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെ തടയുവാൻ, നമ്മുടെ ശുശ്രൂഷകളെ തടയുവാൻ, നമ്മുടെ ആത്മീകമായ വിശുദ്ധ ജീവിതത്തെ തടയുവാൻ, ഏതൊക്കെ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം പല നിലവാരത്തിലുള്ള ബന്ധനങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഒതുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയും ഉണരുവാനായിട്ട് ദൈവവചനം നമ്മളോട് ആജ്ഞാപിക്കുന്നെങ്കിൽ നമ്മൾ ഉണർന്നിരുന്നേ മതിയാകത്തുള്ളൂ. നമ്മളെ പലപ്പോഴും ദൈവവചനം നമ്മളെ തട്ടി ഉണർത്തുമ്പോൾ ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ ഓർക്കണം, അവൻ്റെ ബന്ധനത്തെ നമ്മൾ വീണ്ടും 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 അമർന്നു പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മളെ ഒതുക്കുവാൻ അവൻ പലവിധമാകുന്ന തന്ത്രങ്ങളിലൂടെ കടന്നു വരുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിശ്ചയമായിട്ടും ഉണർന്നില്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. അവൻ നമ്മളെ ബന്ധിച്ച് അറയ്ക്കുള്ളിലാക്കി കളയും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്, അവിടെ പത്രോസ് ഉണരുവാനായിട്ട് ഇടയായി തീർന്നു. ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബന്ധനം അവൻ്റെ കൈമേൽ നിന്ന് വീണുപോയതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ശത്രു നമ്മളെ ബന്ധിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, സാമ്പത്തികമായി പല മേഖലകളിൽ, നമ്മുടെ തലമുറകളുടെ വിഷയങ്ങളിലൊക്കെ ആയിക്കൊള്ളട്ടെ, സാമൂഹ്യപരമായ സഭാപരമായ പല വിഷയങ്ങളിലും മുന്നേറുവാൻ കഴിയാതെ നമ്മളെ ബന്ധിച്ചൊതുക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ബന്ധനത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയാൽ, നമ്മൾ ഒതുങ്ങിപ്പോയാൽ ഒരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ പിശാച് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക മാത്രമല്ല, പിന്നത്തെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് അവൻ നമ്മളെ എത്തിക്കും. അതുകൊണ്ട് സ്തോത്രം, ദൈവവചനം നമ്മളെ തട്ടി ഉണർത്തുമ്പോൾ വേഗത്തിൽ ഉണരുവാൻ നമുക്ക് കഴിഞ്ഞ് ബലമേറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബന്ധനങ്ങളെ കുടഞ്ഞൊറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ നമ്മുടെ ദൗത്യത്തിലേക്ക് ഗമിക്കുവാൻ സാധ്യമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അടുത്തതായിട്ട് സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുക 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗം നമുക്ക് പരിചിതമായ ഭാഗം തന്നെയാണ്. ഇസബേൽ എന്ന രാജ്ഞിയുടെ വാക്കുകേട്ട് നിരാശയോടെ മരണം കാത്തു കിടക്കുന്ന ഒരു പ്രവാചകനാകുന്ന ഏലിയാവിനെ നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയും നമ്മൾ കാണുവാൻ കഴിയുന്നത്, ദൂതൻ വന്ന് അവനെ ഉണർത്തിയിട്ട് പറയും, എഴുന്നേറ്റ് തിന്നുക, നിനക്കിനിയും ദൂരങ്ങൾ സഞ്ചരിക്കുവാനായിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു ഭാഗം തന്നെയാണ് അതും. പിശാച് നമ്മളെ സകല ശുശ്രൂഷകളെയും തകർത്ത് നമ്മളെ മാനസികമായി ബന്ധിച്ച് ഇനി ഒന്നും വേണ്ട, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ഏലിയ പ്രവാചകൻ, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിന്നവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത മനുഷ്യൻ, ഇപ്പോഴിതാ നിരാശ എന്ന ആയുധം പിശാച് ശക്തിയോടെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ, ഭയം എന്ന ആയുധം ശക്തിയോടെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ, മരണം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം അതാഗ്രഹിച്ച് കിടക്കുന്ന
ദൈവത്തിൻ്റെ പ്രവാചകനാകുന്ന ഏലിയാവിനെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് പറയുക, ഇനിയും നിനക്ക് ദൂരങ്ങൾ സഞ്ചരിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം. നിശ്ചയമായിട്ടും നമ്മൾ ഉണരേണ്ട ആവശ്യകത എവിടെയാ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ചില പ്ലാനുകളുണ്ട്. അതിലേക്ക് മുൻപോട്ട് പോകാതിരിക്കുവാൻ പല നിരമാലത്തിൽ ശത്രു നമ്മളെ ഒതുക്കുന്ന ഇടങ്ങളിൽ നമ്മളൊന്ന് ഉണർന്നേ മതിയാകത്തുള്ളൂ. ഉണർന്നില്ല എന്ന് വരികിൽ നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പല ദൗത്യങ്ങളും മറ്റാരെങ്കിലും ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും, മറ്റാരെങ്കിലും ദൈവം ഏൽപ്പിക്കും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഉണർന്നേ മതിയാകത്തുള്ളൂ. അവിടെ സംഭവിക്കും നമുക്കറിയാം. അപ്പവും വെള്ളവും കഴിച്ചതിന് ശേഷം നീണ്ട 40 രാവും പകലും അവൻ ദൈവത്തിന്റെ പർവ്വതമാണ് ഹോരേബോളം നടന്ന് ദൈവത്തിന്റെ പുതിയ നിയോഗം പ്രാപിച്ചു മടങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു, പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ദൗത്യം ചെയ്തു തീർത്തതിന് ശേഷം മരണം കാണാതെ സ്തോത്രം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഏലിയാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഓർക്കണം, ഈ പദ്ധതികളെല്ലാം ദൈവം നമുക്ക് വേണ്ടി മുൻപിൽ വെച്ചിരിക്കുമ്പോൾ ഇതിനെതിരെ നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ ഉറക്കിക്കളയുവാൻ, നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുവാൻ, മാനുഷികമായി എല്ലാ നിലവാരത്തിലും അധൈര്യപ്പെടുത്തി നമ്മളെ ഭീതിപ്പെടുത്തി മരണം മാത്രം മതി എന്ന് ചിന്തിപ്പിക്കുന്നതായി ഇടത്തുനിന്ന് നമ്മൾ ഉണരേണ്ടതായിട്ടുണ്ട്. ഉണർന്നാൽ ദൈവം നമ്മൾ ജനിക്കുന്നതിന് മുൻപ് ഒരുക്കിയിരിക്കുന്ന ചില പദ്ധതികൾ നമ്മളിലൂടെ നിറവേറ്റി അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവവചനം വളരെ ശക്തിയോടെ പറയുകയാണ്, ഉണരേണ്ട ആവശ്യകതയുണ്ട്, ഉണരേണ്ട ആവശ്യകതയുണ്ട്. നാം ഏതൊക്കെ മേഖലകളിൽ നാം തളർന്നു പോയിട്ടുണ്ടോ, ഉറങ്ങിപ്പോയിട്ടുണ്ടോ, നാം ക്ഷീണിച്ചു പോയിട്ടുണ്ടോ, ആ മേഖലകളിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞാൽ, ഒന്ന് ഉണരുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവൻ നമ്മളെ കരം പിടിച്ച് മുൻപോട്ട് നയിക്കും. നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് അവൻ നമ്മളെ നയിപ്പാനിടയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് ഉണരുക എന്നുള്ളത് തന്നെയാണ്. ദൈവവചനം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്, ഒന്ന് ഉണരുക എന്നുള്ളത്. അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു ബലം പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമായി തീരും. പുതിയ ദൗത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ഇടയായി തീരും. ദൈവിക പദ്ധതികൾ കണ്ട് സന്തോഷിപ്പാൻ, അത് ആസ്വദിപ്പാൻ നമുക്കിടയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അവിടെ ഉണരുക എന്നുള്ളൊരു പദം നമുക്ക് കാണുവാൻ. എന്തിനു വേണ്ടിയാണ് അവിടെ ഉണരുവാൻ ദൈവവചനം ഓർപ്പിക്കുന്നത് പറഞ്ഞാൽ, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഉണരണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഉണരുവാൻ കഴിയണം. നമുക്കറിയാം 10 കന്യകമാരെ കുറിച്ചുള്ളതായ വ്യക്തമാകുന്ന ഒരു ഉപമ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത്? സ്തോത്രം. ഉറങ്ങിപ്പോയ കന്യകമാർ എല്ലാവരും ഉറങ്ങിപ്പോയി. എന്നാൽ വേഗത്തിൽ ചിലർ എഴുന്നേറ്റ് അവർ ദീപം തെളിയിപ്പാൻ ഇടയായി തീർന്നപ്പോൾ അവർക്ക് നിശ്ചയമായിട്ടും മണിയറയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നതുപോലെ തന്നെ ഇവിടെ പറയുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഉണരേണ്ടതായിട്ട്. അതിൻ്റെ അർത്ഥം മറുഭാഗം കൂടെ നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ വരവിങ്കൽ ഉറങ്ങിപ്പോകുന്ന, ഉണരുവാൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടരും കൂടെ ഉണ്ടാകാം എന്നുള്ളതാ ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തിലാകുവാൻ പാടില്ല. മറിച്ച് നമ്മൾ ഉണർന്ന് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാൻ കഴിയും. അഥവാ മണവാളൻ ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ഉണർന്നിരിക്കണമെന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉണർന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ. അതായത് ആത്മീയമായി ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ഉണരാതെ തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ, ക്ഷീണിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ, ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വേഗത്തിൽ ഉണരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. ആ വരവെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഉണർന്നേ മതിയാകത്തുള്ളൂ. നമുക്കറിയാമല്ലോ ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ ഉറങ്ങിയിരിക്കുന്നത്, നമ്മൾ തളർന്നിരിക്കുന്നത്, നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നത്, മുൻപോട്ടൊരു ചുവട് വയ്ക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മൾ വല്ലാതെ സ്തോത്രം തളർന്നിരിക്കുന്ന മേഖലകളൊക്കെ ഏതൊക്കെയാണെന്ന് വ്യക്തമായി നമുക്കറിയാം. ആ മേഖലകളിൽ നിന്നെല്ലാം ശക്തിയോടെ എഴുന്നേൽപ്പ് നമുക്കുണ്ടാകുമെങ്കിൽ, ഒരു ഉണർന്നിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുമെങ്കിൽ നിശ്ചയമായിട്ടും അവൻ്റെ വരവെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകത്തില്ല. നിശ്ചയമായിട്ടും അവൻ നമ്മളെ ചേർക്കുവാൻ തന്നെയാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകാൻ സാധ്യതകൾ വളരെയാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ തിരുവചനത്തിൽ നമ്മൾ പറയുന്ന കാര്യം, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. അപ്പോൾ ഉണർന്നിരിക്കേണ്ട ചില കാര്യങ്ങളാണ് തിരുവചനത്തിലെ പല ഭാഗങ്ങളും ചില വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിത്തുന്നത്. എൻ്റെ വചനം കേൾക്കുന്ന ഈ പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നിങ്ങൾ തളർന്നിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ, ശക്തിയോടെ ഒന്ന് ഉണരുവാൻ കഴിഞ്ഞാൽ നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ശക്തനാകുന്ന കർത്താവുണ്ട്. അവൻ
അവൻ നിങ്ങളെ അവൻ്റെ ദൗത്യത്തിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക അപ്പം നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ഉളവാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് അവൻ നിങ്ങളെ കരം പിടിച്ച് നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ, ഉണരാതെ ഇരുന്നാൽ അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉണർന്ന് അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ചിന്തകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഉണർന്നിരുന്ന് അവൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമുക്കെല്ലാവർക്കും സഹായകമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന വാട്സാപ്പിൽ നമ്പറിൽ അറിയിച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ പാലക്കാടുള്ള ചർച്ചിലെ ആരാധനയിൽ സംബന്ധിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സമീപത്തുള്ളവർക്ക് കടന്നു വരുവാൻ സാധ്യമായി തീരും. എല്ലാ ദിവസവും ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള സമയത്ത് വിശുദ്ധ ആരാധന നടക്കുന്നു. നിങ്ങളെ അതിലേക്കും ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.